10-25 ലക്ഷം 50 ലക്ഷം കോടികളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ചിലപ്പോൾ പോവാൻ സാധ്യത. നല്ലൊരു എഫേർട്ടാണ്. പുതുമുഖങ്ങളെ വെച്ചിട്ടാണെങ്കിലും അവരെല്ലാവരും ഓരോരുത്തർ അവരവരുടെ പാട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊരു സൈബർ ക്രൈമിനെ ബേസ് ചെയ്തിട്ടായിട്ടുള്ളതുകൊണ്ട് ഇതൊരു സോഷ്യൽ അവയർനെസ് കൂടെ ഇത് ചെയ്യുന്നൊരു മൂവിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകള്, വീട്ടമ്മമാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഈവൻ ഫ്രണ്ട്സ് അടക്കം അതിൽ പെട്ടുപോയുള്ള ഒരുപാട് അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എത്ര ശ്രദ്ധിക്കണം എന്നുള്ളതിനൊക്കെയുള്ള ഒരു അവയർനെസ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം ഫാമിലി ഓറിയന്റഡും ആണ്. ഫാമിലിയുടെ ഇമോഷൻസ്, അവരുടെ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു മൂവി ആയിരിക്കും. എസ്പെഷ്യലി സോഷ്യൽ അവയർനെസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പടം കുഴപ്പമില്ല. കാരണം കേരളത്തിലെ തനതായ കലാരൂപങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അച്യുതാവതാരത്തിൽ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളൊക്കെ അടിപൊളിയാണ്. കാരണം സീമാജി നായരൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ വേണം പറയാനുണ്ട്. കാരണം പുനീത് എന്ന ഡയറക്ടർ ഇങ്ങനെയുള്ള കേരളത്തിലെ തനതായ കലാരൂപങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഇതിലൊരു ജോലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ നടക്കുന്ന അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കുടുംബത്തിന് അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഒരു ഫാന്റസി, അങ്ങനെ സൈബർ ക്രൈം, ഫാന്റസി എന്ന് നമുക്ക് പറയാം. സൈബർ ക്രൈം, സൈബർ ക്രൈം അതും ഇതിൻ്റെ അകത്ത് പെടുത്തിയിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥന്മാര് കാണിക്കുന്ന അനാസ്ഥകൾ അങ്ങനെയൊക്കെ കാണിച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളൊക്കെ ഇതിൽ നല്ല ഒപ്പിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സിനിമയാണ്. ഇതൊരു മൾട്ടി ജോണർ എന്ന് പറയാം. നമ്മൾ ഒരു രീതിയിൽ ഒരു ജോണറിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ കഥ കേൾക്കാൻ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. പല ലെയറുകളും ഈ ഫിലിമിനകത്തുണ്ട്. മുഴുവൻ കണ്ടു തീരുമ്പോഴാണ് നമ്മളൊരു പസില് ഫീൽ ചെയ്യുന്ന പോലെ ഇത് അവസാനിക്കുമ്പോഴാണ് മുഴുവനായിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ കണ്ടാൽ കൂടുതൽ ലെയറുകളിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല പടം എന്ന് വെച്ചാലേ നമുക്ക് ഈ കലാരൂപത്തിൻ്റെ ഒക്കെ ഇത് കാണിക്കുന്ന ഒരു പടമാണ്. ദൈവങ്ങളെയൊക്കെ അട്രാക്ഷൻ ചെയ്യുന്ന ഒരു ഇത്. അതിൽ അഭിനയിച്ച ടീമുകളെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. അതായത് നായകനായിക്കോട്ടെ, അതേമാതിരി വില്ലമേഷൻ ചെയ്ത പയ്യന്മാർ, പിന്നെ അതിൽ നായിക, പിന്നെ അതിൻ്റെ സ്റ്റോറി ആണെങ്കിൽ നല്ലൊരു സ്റ്റോറിയാണ്. ഈ കാന്താരയൊക്കെ പോലത്തെ പടം അല്ല, അങ്ങോട്ടെത്തില്ല, അതല്ല. ഇതിൻ്റെ വേറെ ഇത് തുടക്കം മുതൽ ഈ പണയിടപാടുകളുടെ പ്രശ്നം കൊണ്ടാണ് പോകുന്നത്. അതായത് നമ്മളെ ഈ ATM കവർച്ചമാരിയുള്ളൊരു സംഭവം, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്ന സംഭവം, അതിൽ പേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൽ അഭിനയിച്ച പയ്യന്മാരായിക്കോട്ടെ, അതിൽ നായിക ആയിക്കോട്ടെ, അത്യാവശ്യം എല്ലാവർക്കും നല്ല കഥാപാത്രമാണ്. പുനിത്തിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കന്നഡ പടത്തിൻ്റെ ഇതാണുള്ളത്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പടം കണ്ടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം മൊബൈലിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരും. അതൊക്കെ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് 10-25 ലക്ഷം 50 ലക്ഷം കോടികളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ചിലപ്പോൾ പോകാൻ സാധ്യത. സ്കാമിംഗ് ആണ് പടം. നിങ്ങൾ കാന്താര മറ്റുള്ള പടങ്ങളെ കണ്ടിട്ട് അതിനായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഇതിൽ കുറച്ച് വേറൊരു വെറൈറ്റി സാധനമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കണത്. കാരണം ആ ഒരു മൂടല്ല, കാന്താര മൂടൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ പോരുത്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, അടിപൊളി തിയേറ്ററിൽ നിന്ന് കാണും. ഏതായിരുന്നു പടം? പടം വേറെ ലെവലല്ലേ. പടത്തിന്റെ പേര് അച്യുത അവതാരം. ഒരു അവതാരം തന്നെയാണ് പടം. വേറെ നമ്മള് കോടികൾ ക്ലബിലേക്ക് ഇറങ്ങാൻ കോടികള് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളത്തോണ്ട് കോടിയിലേക്ക് കയറും. പിന്നെ ഉറപ്പായിട്ട് നാളെ മിക്കവാറും കോടിയിലേക്ക് കയറും. തൂക്കൂല പടം. നായികമാരൊക്കെ എങ്ങനെയുണ്ട്? നായിക അവതാര പുരുഷിയാണ്, ഒന്നും പറയാം. നായികയാണ് മെയിൻ. തകർക്കല്, ഭയങ്കര ഡാൻസ്, മ്യൂസിക് ഒന്നും പറയല്ല. പാട്ടൊക്കെ എന്താ പാട്ട്, ഗംഭീരമായിട്ട്. അയ്യോ ഒന്നും പറയല്ല. ചേച്ചി വേറെ ലെവല് തൂക്കി അടിച്ച് പാട്ടാണ്. പിന്നെ നമ്മുടെ തെയ്യോ സംഭവമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു മൂടാണ്. കാസർഗോഡൊക്കെയാണ് തോന്നുന്നത് ഇതിന്റെ ലൊക്കേഷൻ. കൂടിയ ലൊക്കേഷൻ ആണ്. അത്യാവശ്യം നല്ല അടിയിടിയൊക്കെ ഉണ്ട്. കാണാൻ പിന്നെ ഫാമിലി ആയിട്ട് കാണണ്ടേ. വെറുതെ ഫോണിലൊക്കെ പിടിച്ച് പിള്ളേരും ചെക്കി കഴിഞ്ഞ് കോടികളെല്ലാം പോണേ സ്കാമിങ് വഴി. അപ്പൊ കുട്ടികളൊക്കെ എന്തായാലും കാണണം. നിങ്ങളെ പോലെ ഉള്ളവരൊക്കെ മൊബൈലിൽ നോക്കിയിരുന്ന് മെസ്സേജ് നോക്കിയിട്ട് വെറുതെ സ്കാമിങ്ങിലൊക്കെ പെടരുത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സിനിമയൊക്കെ കാണണം. ഞാന് 1-2 പെട്ടുപോയി. പക്ഷെ കാശില്ലാത്തോണ്ട് നമുക്ക് വിഷയം വന്നല്ല. അക്കൗണ്ട് ബാലൻസ് ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങളെ പോലുള്ള കോടികളുള്ള മീഡിയക്കാരൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫാമിലി, നാട്ടുകാരെ, അയൽക്കാരൊക്കെ വിളിച്ചുകൊണ്ടെന്ന് അച്യുത അവതാരം എന്തായാലും കാണണം. നല്ലൊരു പടമായിരിക്കും. ഒരു അവതാര പുരുഷമാണ്. നല്ലതായിരുന്നു. ചെറിയ പടമാണ്. അപ്പൊ അതിന്റേതായ കാര്യങ്ങൾ മാത്രമേ നല്ല പടം. കുഴപ്പമില്ല. ടെക്നിക്കൽ സൈഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കണ്ടു പറയാം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? കുഴപ്പമില്ല.
പുതിയ രണ്ടു നോക്ക് നല്ല ഒരു നല്ല ചെറിയ പടം നേരിട്ട് പുതുമുഖ താരങ്ങളുടെ അഭിനയം നല്ല നല്ല പടം